നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. എന്താണെങ്കിലും ഏട്ടത്തിനോട് പറയേ. ആദ്യേട്ടന് മറ്റൊരു സ്ത്രീയുമായിട്ട് അടുപ്പമുണ്ട്. എന്താ ഏട്ടത്തി പറയുന്നേ? ആദ്യേട്ടനോ? അതെ, ആദ്യേട്ടൻ തന്നെ. ഞാൻ എന്റെ ഈ കണ്ണുകൾ കൊണ്ട് കണ്ടതാ. എന്നോട് പറയാൻ മടിച്ച കാര്യം ശ്യാമയോട് എന്തായാലും പറയും. അത് ഒളിഞ്ഞു നിന്ന് കേൾക്കാം. എന്തൊക്കെയാ അമൃതേട്ടത്തി പറയുന്നത്? വെറുതെ ആദ്യേട്ടനെ തെറ്റിദ്ധരിക്കില്ലേ? ആദ്യേട്ടൻ ഒരിക്കലും അത്തരത്തിൽ ചിന്തിക്കുന്ന ആളൊന്നുമല്ല. ഇല്ല ശ്യാമേ, ആദ്യേട്ടന് എന്തൊക്കെയോ രഹസ്യങ്ങളുണ്ട്. ഇന്ന് സ്കൂളിൽ വെച്ച് ഇതൊക്കെ അമൃതേട്ടത്തിയുടെ ഓരോ തോന്നലുകളാ. ആദ്യേട്ടൻ ഒരിക്കലും അങ്ങനെയൊന്നും ഉണ്ടാവില്ല. ഞാനിത് വിശ്വസിക്കുന്നില്ല. അതല്ല ശ്യാമേ, അവര് തമ്മിൽ എന്തൊക്കെയോ ബന്ധങ്ങളുണ്ട്. നമ്മൾ കരുതുന്ന പോലൊന്നും അല്ല. എന്റെ പഴയ ആദ്യേട്ടനെ അല്ല ഞാനിപ്പോ കാണുന്നത്. മറ്റൊരു ആദ്യേട്ടൻ, മറ്റൊരു മുഖമുള്ള, മറ്റൊരു സ്വഭാവമുള്ള ആദ്യേട്ടൻ. ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ. എനിക്കുറപ്പാ ആദ്യേട്ടനും അവളും തമ്മിൽ ഒരു ചെറിയ ബന്ധമല്ല ഉള്ളത്. ഞാൻ എന്താ ചെയ്യേണ്ടത് എന്റെ ശ്യാമേ? ശ്യാമേ, ശ്യാമേ, എന്താ ഏട്ടത്തി? നീ വേറെ ഏതോ ലോകത്തായിരുന്നല്ലേ? അത് അപ്പോ ഞാനിപ്പോ പറഞ്ഞതൊന്നും നീ കേട്ടില്ലേ? അത് ഞാൻ മറ്റൊരു കാര്യം. നിന്റെ എല്ലാ കാര്യത്തിനും നിന്റെ കൂടെ നിന്നവളല്ലേ ശ്യാമേ ഞാൻ. എന്നിട്ടാണോ നീ എന്റെ ഒരു സങ്കടം കേൾക്കാൻ തയ്യാറാകാത്തത്? അയ്യോ ഏട്ടത്തി, സോറി. മാറി നിൽക്ക് ശ്യാമേ. ഏട്ടത്തി, എന്താ നീ കാണിച്ചത്? മറ്റുള്ളവര് സംസാരിക്കുമ്പോ അവരുടെ മുറിയുടെ വാതിൽക്കൽ മറഞ്ഞു നിന്ന് ഒളിഞ്ഞു കേൾക്കുന്നോ? അമൃതയെടുത്തി നാണം കിട്ടവളെ. ഇക്കണക്കിന് പോയാ നീ ക്യാമറയായി കണ്ടവരുടെ ബെഡ്റൂമിൽ ഒളിച്ചിരിക്കുമല്ലോടി. ദേ, വൃത്തിയോട് പറഞ്ഞാലുണ്ടല്ലോ, പറഞ്ഞ നീ എന്ത് ചെയ്യും? നീ കാണിച്ച വൃത്തികേടിനെ പറ്റിയാ ഞാൻ ചോദിച്ചത്. മറ്റുള്ളവരുടെ കിടപ്പറയിലേക്ക് ഒളിഞ്ഞു നോക്കുന്ന നിനക്ക് എന്തോ മാനസിക രോഗമുണ്ട്. പോയി ചികിത്സിക്ക്. ദേ, നിങ്ങളെ ഞാൻ സഹിക്കാവുന്നതിനപ്പുറം ഞാൻ സഹിച്ചു, ക്ഷമിച്ചു. ഇനി നീ എന്റെ നേരെ വന്നാലുണ്ടല്ലോ, അടിച്ച് ഞാൻ പല്ല് തെറിപ്പിക്കും. അമൃതേ, എന്താ ഇവിടെ ഒരു ബഹളം? അമ്മതേ, ഇവളെ കൂടെ കൂട്ടി ഇവിടെ എന്തോ അങ്ങ് ചെയ്തേക്കാവുന്ന ലൈസൻസ് ഇവൾക്ക് കൊടുത്താൽ ചിലരൊക്കെ ഇവിടെ ക്ഷമിച്ചെന്ന് വരും. പക്ഷേ ഞാൻ ക്ഷമിക്കില്ല. എന്താ ഐശ്വര്യ, എന്താ ഇതൊക്കെ? ദേ, ഇവള് വീണ്ടും ഈ വീട്ടിലേക്ക് വലിഞ്ഞു കയറിയതിന്റെ പൊട്ടിത്തെറി ഇതൊക്കെ അനുഭവിക്കും. എന്താ ഇവിടെ ഉണ്ടായേ? എനിക്കറിയില്ലമ്മേ. നിനക്കറിയില്ലല്ലേ? നീ ഈ കുടുംബം കത്തിക്കും, നശിച്ചവളും. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.